തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിക്ക് ഒടുവിൽ ശാപമോക്ഷമായി. ദുബായ് KMCC നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച മോർച്ചറി മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജനറൽ ആശുപത്രി അധികൃതരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ദുബായ് KMCC തലശ്ശേരി മണ്ഡലം കമ്മിറ്റി 16 ലക്ഷം രൂപ ചെലവിലാണ് മോർച്ചറി നവീകരിച്ചത്. ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ഒരു ട്രോമ കെയർ സെന്റർ ആരംഭിക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. MP എന്ന നിലയിൽ തന്റെ എല്ലാ സഹകരണങ്ങളും ഇക്കാര്യത്തിലുണ്ടാകും. സർക്കാരും മറ്റ് ജനപ്രതിനിധികളും ഇതിനായി മുന്നോട്ട് വരണമെന്നും MP ആവശ്യപ്പെട്ടു. ജനറൽ ആശുപത്രിയിൽ ട്രോമ കെയർ സ്ഥാപിച്ചാൽ ദേശീയപാതയിലുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെടുന്ന ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാനാകും. തലശ്ശേരിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉരുത്തിരിഞ്ഞ ജനകീയ കൂട്ടായ്മ ഇക്കാര്യത്തിലും ഉണ്ടാകണമെന്നും മുല്ലപ്പള്ളി നിർദ്ദേശിച്ചു. കുറെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ പ്രദേശത്തും പരിസരത്ത് പരിശ്രമം ആളുകൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രിയെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുക. റോഡ് അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിരത്തുകളൊക്കെ തന്നെ കൊലക്കളമായി മാറുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പലപ്പോഴും സംഘടനകളിൽ ആളുകൾ മരിച്ചുപോയാൽ ആ മൃതശരീരം ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. അപകടമരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത് ഈ ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ ഒരു മൃതശരീരം എത്തുമ്പോൾ ആ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുന്നു എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഭിമാനകരമായ ഒരു കാര്യമായിരുന്നില്ല. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് KMCCക്ക് കഴിഞ്ഞത്. ഞാൻ അവരെ ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ എന്റെ ഹൃദയപൂർവ്വമായ അനുമോദനം ഞാൻ അവരെ അറിയിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുന്നില്ല. എത്ര റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്? ആ റോഡ് അപകടം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മംഗലാപുരത്ത് കൊണ്ടുപോകണം. ഒരു ട്രോമ കെയർ ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ ദേശീയ പാത ഞാൻ പറഞ്ഞതുപോലെ കൊലക്കളമായി മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആളുകളെ എത്തിക്കാനും യഥാസമയം തന്നെ അവർക്ക് പരിചരണം കൊടുക്കാനും ചികിത്സ കൊടുക്കാനും ഒക്കെ തന്നെ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. നമുക്കെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ എനിക്കുണ്ട് എന്ന് മാത്രം ഞാൻ പറയട്ടെ. തലശ്ശേരി നഗരസഭാ ചെയർമാൻ CK രമേശൻ അധ്യക്ഷനായി. നിയുക്ത MLA അഡ്വക്കേറ്റ് N ഷംസീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനറൽ ആശുപത്രിയുടെ വികസനത്തിന് തന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഷംസീറും വാഗ്ദാനം ചെയ്തു. ഷംസീറിന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദർ മൗലവി ഉപഹാരം നൽകി. നഗരസഭാ ഉപാധ്യക്ഷ നജ്മ ഹാഷിം, അംഗങ്ങളായ PP സാജിദ, PM റുബ്സീന, MP അരവിന്ദാഷൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, അഡ്വക്കേറ്റ് KA ലത്തീഫ്, CPI കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി CP ഷൈജൻ, BJP തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് N ഹരിദാസ്, PB റഷീദ്, N മഹമ്മൂദ്, AP മഹമ്മൂദ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK രാജാറാം, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ VK രാജീവൻ, ദുബായ് KMCC ഭാരവാഹികളായ റഹ്ദാദ് മൂഴിക്കര, റഫീഖ് കോറോത്ത് എന്നിവർ പ്രസംഗിച്ചു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു.